Hello friends, welcome to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ സബ്ജക്റ്റിലെ മൊഡ്യൂൾ 5 വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ് സൂപ്പർ സ്കേലാർ പൈപ്പ്ലൈൻ സ്ട്രക്ചർ. അതിലെ ഇൻ ഓർഡർ ഇഷ്യൂ, ഔട്ട് ഓഫ് ഓർഡർ ഇഷ്യൂ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്കിന്ന് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സൂപ്പർ പൈപ്പ്ലൈൻ ആൻഡ് സൂപ്പർ സ്കേലാർ ടെക്നിക്. അപ്പോൾ യൂണി പ്രോസസ്സറിൽ പ്രൈമറിലി ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്തിരുന്നത്? ത്രൂ പൈപ്പ്ലൈനിങ് ആൻഡ് ത്രൂ കീപ്പിംഗ് മൾട്ടിപ്പിൾ ഫംഗ്ഷൻ യൂണിറ്റ് ബിസി എക്സിക്യൂട്ടിംഗ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് അറ്റ് ദി സെയിം ടൈം. ഇപ്പോൾ ഒരു നോർമൽ പൈപ്പ്ലൈൻ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന നോർമൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്രയാണ്? 5 or 6 ആണ് വരുന്നത് അല്ലേ? ഇൻസ്ട്രക്ഷൻ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, ഡീഫെച്ച് ആൻഡ് റൈറ്റ് ബാക്ക്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് സൂപ്പർ പൈപ്പ്ലൈൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ പറഞ്ഞു മാക്സിമം ഒരു നോർമൽ പൈപ്പ്ലൈൻ എക്സിക്യൂഷൻ പറയുമ്പോൾ അവിടെ വരുന്ന നോർമൽ സ്റ്റേറ്റ്സ് എത്രയാണ്? 5 or 6 ആണ്. അതിനേക്കാൾ കൂടുതൽ സ്റ്റേറ്റ്സ് വരികയാണെങ്കിൽ അതിനെയാണ് സൂപ്പർ പൈപ്പ്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, when a pipeline is extended in length beyond the normal 5 or 6 stages, then it may be called super pipeline. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത്? അതായത് ഇവിടെ സ്റ്റേജസിന് തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യാണ്, വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് സബ് സ്റ്റേജസ് ആക്കി മാറ്റാണ്. അതായത് ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫെച്ചിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് എന്താക്കും? 2 സബ് സ്റ്റേറ്റ്സ് ആക്കി മാറ്റും. അതുപോലെ ഡീകോഡിനെ ഡിവൈഡ് ചെയ്ത് 2 സബ് സ്റ്റേറ്റ്സ് ആക്കി മാറ്റും. അതുപോലെ എക്സിക്യൂട്ട്, ഡീഫെച്ച്, റൈറ്റ് ബാക്ക്. ഓക്കെ, ഈ സ്റ്റെപ്പുകളെല്ലാം തന്നെ ഈ സ്റ്റേറ്റ്സിനെല്ലാം തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 2, അതായത് നമ്പർ ഓഫ് സബ് സ്റ്റേറ്റ്സ് ആക്കി മാറ്റുന്നു. ഓക്കെ, നമ്പർ ഓഫ് സബ് സ്റ്റേറ്റ്സ് ആക്കിയിട്ട് ഓരോ സ്റ്റേജിനെയും ഡിവൈഡ് ചെയ്യും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഐ വിചാരിക്കാം. ആ ഇൻസ്ട്രക്ഷൻ ഐയിൽ ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്തു? ഫെച്ച് ചെയ്തെടുത്തു അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തെടുത്തു. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ട് ഈ ഒരു സൂപ്പർ പൈപ്പ്ലൈൻ്റെ കേസ് ആകുമ്പോൾ ഈ ഫെച്ച് എന്നുള്ള സ്റ്റേജിനെ തന്നെ 2 ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുക അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ആ പോർഷനിലേക്ക് സബ് സ്റ്റേജിന്റെ രണ്ടാമത്തെ ആ ഒരു ഫെച്ചിലേക്ക് കടക്കുമ്പോൾ വേറൊരു ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ക്ലോക്ക് സൈക്കിളിൽ റീഡ് ചെയ്തെടുക്കാൻ പറ്റും, ഫെച്ച് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് മാക്സിമം നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഈ ഒരു സൂപ്പർ പൈപ്പ്ലൈൻ അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഈ സൂപ്പർ പൈപ്പ്ലൈൻ അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയുള്ളതാണ്. അപ്പോൾ ഗ്രാഫിക്സ് തുടങ്ങിയ അപ്ലിക്കേഷൻസിലൊക്കെയാണ് ഈ ഒരു അപ്രോച്ച് തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് കുറെ മെഷീൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സൂപ്പർ പൈപ്പ്ലൈൻ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് സൂപ്പർ സ്കേലാർ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു പ്രോസസ്സറിന് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസിനെ, അതായത് മോർ ദാൻ 1 ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് സൂപ്പർ സ്കേലാർ പ്രോസസ്സർ എന്ന് പറയുന്നത് അല്ലേ? A superscalar architecture is one in which several instructions can be initiated simultaneously and executed independently. ഇനി ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ടെക്നിക്സിനെയും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യാണ്? ഒരു സൂപ്പർ സ്കേലാർ പൈപ്പ്ലൈൻ ആർക്കിടെക്ചർ ആണ് ഫോം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദീസ് 2 ടെക്നിക്സ് ക്യാൻ ബി കമ്പൈൻ ഇൻ ടു എ സൂപ്പർ സ്കേലാർ പൈപ്പ്ലൈൻ ആർക്കിടെക്ചർ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ 2 ടെക്നിക്സും കമ്പൈൻ ചെയ്യുന്നത്? അതായത് സൂപ്പർ പൈപ്പ്ലൈൻ്റെ കേസ് പറയുമ്പോൾ അവിടുത്തെ ഒരു എയിം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മാക്സിമം നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യണം. അറ്റ് എ ടൈം ഓരോ ഇൻസ്ട്രക്ഷനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക, പക്ഷെ എന്നാലും മാക്സിമം നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേജസിനെ തന്നെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്തായിരിക്കും? അതായത് സിസ്റ്റം സ്പീഡ് എന്ന് പറയുന്നത് ഭയങ്കര ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു സിസ്റ്റം പെർഫോമൻസിനെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ സ്പീഡ് തന്നെയാണ് അല്ലേ? അപ്പോൾ അതിനെ ഓവർകം ചെയ്യണം, സിസ്റ്റം പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് സൂപ്പർ സ്കേലാർ കൂടെ ആ ടെക്നിക്കും കൂടെ ഇതിലേക്ക് കമ്പൈൻ ചെയ്യണത്. സൂപ്പർ സ്കേലാറിൽ എങ്ങനെയാണ്? അതായത് മൾട്ടിപ്പിൾ അല്ലേ, മോർ ദാൻ 1 ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈം പാരലൽ ആയിട്ടാണ് അവിടെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കേണ്ടത് സൂപ്പർ സ്കേലാർ പൈപ്പ്ലൈൻ ആർക്കിടെക്ചർ ആണ്. Superscalar pipeline structure. In an M-issue superscalar processor, അതായത് ഒരു superscalar processorൽ at a time M ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ട് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ അവിടെ ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ് അതുപോലെ തന്നെ എക്സിക്യൂഷൻ റീസോഴ്സ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ആവാണ്. ടു ഫോം ഇഫക്റ്റീവ്ലി M പൈപ്പ്ലൈൻസ് ഓപ്പറേറ്റിംഗ് കൺകറൻ്റ്ലി. അതുപോലെ തന്നെ
At some pipeline stages, the functional unit may be shared by multiple pipelines. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ വരുന്നത്, അതായത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഷെയർഡ് ബൈ മൾട്ടിപ്പിൾ പൈപ്പ്ലൈൻ. ഓക്കെ, ഇപ്പോൾ റീസോഴ്സ് കോൺഫ്ലിക്ട്സ് ഒന്നും വരുന്നില്ല, അതുപോലെ തന്നെ ഡാറ്റ ഡിപ്പെൻഡൻസ് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ പെർ സൈക്കിൾ പ്രോസസറിന് 2 ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഇൻസ്ട്രക്ഷൻസിന് പ്രോസസറിന് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും, ഒരു എക്സാമ്പിൾ ആണ്. സോ both pipelines have 4 processing stages labeled fetch, decode, execute and store respectively. So each pipeline essentially has its own fetch unit, decode unit and store unit. അല്ലേ? ഇനി ഇവിടെ 2 ഇൻസ്ട്രക്ഷൻസ് ആണ് പെർ സൈക്കിളിൽ എക്സിക്യൂഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? The 2 instruction stream flowing through the 2 pipelines are retrieved from a single source stream. അതാണ് I cache. The fan out from a single instruction stream is subject to resource constraint and a data dependence relationship among the successive instructions. For simplicity, we assume that each pipeline stages require one cycle except the execute stage. Execute stage എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ്, അതായത് വേരിയബിൾ നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ ഈ ഒരു എക്സിക്യൂഷൻ്റെ ആ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ 4 ഫങ്ഷണൽ യൂണിറ്റ് വരുന്നുണ്ട്, അതായത് മൾട്ടിപ്ലയർ, ആഡർ, ലോജിക് യൂണിറ്റ്, അതുപോലെ തന്നെ ലോഡ് യൂണിറ്റ് അല്ലേ? അപ്പോൾ ഈ ഫങ്ഷണൽ യൂണിറ്റ്സ് എല്ലാം തന്നെ ഈ 2 പൈപ്പ് ലൈൻസും ഡൈനാമിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. The multiplier itself has 3 pipeline stages, അതാണ് M1, M2, M3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ആഡറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ 2 സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. ഇനി ബാക്കിയുള്ളതിലൊക്കെ ആണെങ്കിൽ ഓരോ സ്റ്റേജ് വെച്ചിട്ടാണ് വരുന്നത്. ഇനി അതുപോലെ 2 സ്റ്റോറി യൂണിറ്റ് വരുന്നുണ്ട്, S1 ആൻഡ് S2. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ പെർ സൈക്കിൾ ഈ ഒരു എക്സാമ്പിൾ 2 ഇൻസ്ട്രക്ഷനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 2 ഇൻസ്ട്രക്ഷനും 2 പൈപ്പ് ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ ഈ മൾട്ടിപ്പിൾ പൈപ്പ് ലൈൻസ് റീസോഴ്സസിനെ ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഡൈനാമിക്കലി ആണ് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ അവൈലബിലിറ്റി അറ്റ് ആൻ പെർട്ടിക്കുലർ സൈക്കിൾ. അതുപോലെ തന്നെ ആ ഡിസൈനിൽ കാണാം ലുക്ക് എഹെഡ് വിൻഡോ. അതിന് അതിൻ്റെതായ ഫെച്ച് ആൻഡ് ഡീകോഡിങ് ലോജിക് ഉണ്ട്. ഓക്കെ, എന്തിനാണ് ആ ഒരു വിൻഡോ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്, അതായത് ഇൻ ഓർഡർ ഇഷ്യൂ അതുപോലെ തന്നെ ഔട്ട് ഓഫ് ഓർഡർ ഇഷ്യൂ. അപ്പോൾ ഇപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കി വെക്കുക, അതായത് ഇൻസ്ട്രക്ഷനിൽ ഒരു ഔട്ട് ഓഫ് ഓർഡർ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പ് ലൈൻ ത്രോപുട്ടിനെ ബെറ്റർ ആക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വിൻഡോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മൾട്ടിപ്പിൾ പൈപ്പ് ലൈൻസ് അല്ലെ, മൾട്ടിപ്പിൾ പൈപ്പ് ലൈൻ ഷെഡ്യൂളിംഗ് നടത്താൻ വേണ്ടിയിട്ട് കോംപ്ലക്സ് ലോജിക് ആവശ്യമായിട്ട് വരികയാണ്. ഓക്കെ, ഇറ്റ് റിക്വയർ കോംപ്ലക്സ് ലോജിക് ടു ഷെഡ്യൂൾ മൾട്ടിപ്പിൾ പൈപ്പ് ലൈൻ സൈമിൾട്ടേനിയസ്ലി, എസ്പെഷ്യലി അതായത് സെയിം സോഴ്സിൽ നിന്ന് തന്നെ ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസിനെ റിട്രീവ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ അപ്പോഴൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കോംപ്ലക്സ് ലോജിക് ആവശ്യമായിട്ട് വരുന്നത്. ഇതിനാണ്, അതായത് ഈ മൾട്ടിപ്പിൾ പൈപ്പ് ലൈൻസ് സൈമിൾട്ടേനിയസ്ലി ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, the aim is to avoid pipeline stalling and minimize pipeline ideal time. ഇനി നമുക്ക് നോക്കേണ്ടത് ഡാറ്റ ഡിപ്പെൻഡൻസ് ആണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഫിഗർ അതുപോലെ തന്നെ ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെയാണ് 2 issue superscalar processor. ഓക്കെ, 2 issue superscalar processor and a sample program for parallel execution. ഓക്കെ, ഇനി ഈ ഡാറ്റ ഡിപ്പെൻഡൻസ് നമുക്ക് നോക്കാം. എന്താണ് ശരിക്കും ഒരു ഡിപ്പെൻഡൻസ് ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കാനാണ് അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ പ്രോഗ്രാം ആണ് പാരലൽ എക്സിക്യൂഷന്റെ. അപ്പോൾ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് I1 എന്താ സംഭവിച്ചേ, ലോഡ് R1, A. I2 എന്ന് പറയുമ്പോൾ add R2, R1 അല്ലേ? The register content in R1 is loaded by I1. അത് ആരാണ് പിന്നെ യൂസ് ചെയ്തത്? I2 ആണ് യൂസ് ചെയ്തത് അല്ലേ? അതായത് I2ൽ add R2, R1. R2ഉം R1ഉം ആഡ് ചെയ്തിട്ട് റിസൾട്ട് R2ൽ സ്റ്റോർ ചെയ്ത് വെച്ചു. R1 എന്ന് പറയുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത്? I1ൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ? അവിടെ ശരിക്കും എന്ത് സംഭവിച്ചു? ഒരു ഫ്ലോ ഡിപ്പെൻഡൻസ് വന്നു. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഫിഗറിൽ, നേരത്തെ കണ്ട ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്, ഫ്ലോ ഡിപ്പെൻഡൻസ് ഗ്രാഫ്. ഇനി നെക്സ്റ്റ് വരുന്നത് ആന്റി ഡിപ്പെൻഡൻസിന്റെ കേസാണ്. Because the result in register R4 after executing I4
may affect the operand register R4 used by I3. അതായത് I3 ആ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കുമ്പോൾ add R3, R4. അതുപോലെ I4ലും സംഭവിച്ചു മൾട്ടിപ്ലിക്കേഷൻ ആണ് R3, R5 അല്ലെ. അതായത് I3യും I4ഉം തമ്മിൽ ഒരു ഡിപ്പെൻഡൻസ് വരുന്നുണ്ടാവും, ഒന്നും സംഭവിക്കുന്നില്ല, ഒരു ഡിപ്പെൻഡൻസും വരുന്നില്ല. അതാണ് ആന്റി ഡിപ്പെൻഡൻസിൽ കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അല്ലെ, I3യിൽ നിന്നൊന്നും I4 യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ആന്റി ഡിപ്പെൻഡൻസ് ഗ്രാഫിൽ അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാല് since both I5 and I6 modify the register R6 and R6 supply an operand for I6. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അതായത് ഫ്ലോ ആൻഡ് ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്. അപ്പം അതാണ് കൊടുത്തിരിക്കുന്നത്. I5ഉം അതുപോലെ I6ഉം ആ രണ്ട് സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഫ്ലോ ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്. I5ൽ നിന്ന് I6ലേക്ക് ഫ്ലോ ഡിപ്പെൻഡൻസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസും വരുന്നുണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാറ്റ ഡിപ്പെൻഡൻസ് ഒരിക്കലും വയലേറ്റ് ആവാനായിട്ട് പാടില്ല. എപ്പോ, അതായത് ഇൻസ്ട്രക്ഷൻസ് ഒന്നിലധികം പൈപ്പ് ലൈൻസ് കൂടെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഒരു ഡാറ്റ ഡിപ്പെൻഡൻസി വയലേഷൻ സംഭവിക്കാൻ പാടില്ല. ടു ഷെഡ്യൂൾ ഇൻസ്ട്രക്ഷൻ ത്രൂ one or more pipelines, these data dependence must not be violated. Otherwise, erroneous result may be produced. Okay. ഇനി വരുന്നത് pipeline stalling ആണ്. This is a problem which may seriously lower pipeline utilization. അപ്പോൾ ഒരു പ്രോപ്പർ ഷെഡ്യൂളിംഗ് നടത്തുകയാണെങ്കിൽ ഈ ഒരു പൈപ്പ്ലൈൻ സ്റ്റാളിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബോത്ത് സ്കേലർ അതുപോലെ തന്നെ സൂപ്പർ സ്കേലർ പ്രോസസ്സിലും വരുന്നുണ്ട്. കൂടുതലായിട്ടും വരുന്നത് സൂപ്പർ സ്കേലർ പൈപ്പ്ലൈനിങ്ങിലാണ്. However, it is more serious in an super scalar process. എങ്ങനെയാണ് സ്റ്റാളിംഗ് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഡിപ്പെൻഡൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ റീസോഴ്സ് കോൺഫ്ലിക്റ്റ് സംഭവിക്കാം, or by resource conflicts among instruction already in the pipeline or about to enter the pipeline. ഒരു എക്സാമ്പിൾ ആണ് നോക്കാൻ പോകുന്നത് പൈപ്പ്ലൈൻ സ്റ്റാളിംഗിന്റെ. Consider the scheduling of two instruction pipelining in a two issue super scalar process. അപ്പോൾ നമ്മൾ പറഞ്ഞു പൈപ്പ്ലൈൻ സ്റ്റാളിംഗ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടൊക്കെ സംഭവിക്കാം, ഡാറ്റ ഡിപ്പെൻഡൻസ് കൊണ്ട് ഉണ്ടാവാന്ന് പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് നോ ഡാറ്റ ഡിപ്പെൻഡൻസും റൈറ്റ് സൈഡിലാണെങ്കിൽ ഫ്ലോ ഡിപ്പെൻഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ എക്സാമ്പിൾ നമ്മൾ നോക്കുക, അതായത് നോ ഡാറ്റ ഡിപ്പെൻഡൻസ്. ഇവിടെ 4 ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്, I1, I2, I3, I4. ഈ 4 ഇൻസ്ട്രക്ഷൻസും എന്താ സംഭവിക്കുന്നത്, അതായത് സൂപ്പർ സ്കേലർ മെത്തേഡ് ആണ് അല്ലേ. അറ്റ് എ ടൈം 2 ഇൻസ്ട്രക്ഷൻസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. യാതൊരു ഐഡിയലിംഗ് സ്റ്റേജസും ഉണ്ടാവുന്നില്ല. എന്താണ് ഐഡിയലിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് നോർമൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക അല്ലെ. ആ ഒരു എക്സിക്യൂഷൻ സ്റ്റേജ് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ബാക്കി എല്ലാ സ്റ്റേജിനും ഓരോ ക്ലോക്ക് സൈക്കിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റേജ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒന്നിലധികം ക്ലോക്ക് സൈക്കിൾ ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു അല്ലെ. അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫെച്ച് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, പിന്നെ E1, E2 എന്ന് പറഞ്ഞാൽ അതായത് എക്സിക്യൂഷന്റെ സ്റ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്നിലധികം ക്ലോക്ക് സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ എക്സാമ്പിൾ കണ്ടല്ലോ, M1, M2, M3 എന്ന് പറഞ്ഞിട്ട്. ഇനി പിന്നെ ലാസ്റ്റ് വരിക S എന്ന് പറഞ്ഞാൽ റിസൾട്ട് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഈ ഒരു നോ ഡാറ്റ ഡിപ്പെൻഡൻസിന്റെ കേസ് ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനൊന്നും തന്നെ ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു നോ ഡാറ്റ ഡിപ്പെൻഡൻസിന്റെ കേസിൽ യാതൊരു തരത്തിലുള്ള പൈപ്പ്ലൈൻ സ്റ്റാളിംഗ് സംഭവിക്കുന്നില്ല. ഇനി റൈറ്റ് സൈഡ് നോക്കുക. റൈറ്റ് സൈഡിൽ എന്താ, അതായത് ഫ്ലോ ഡിപ്പെൻഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലോ ഡിപ്പെൻഡൻസിൽ അതായത് I1, I2 എന്ന് പറയുന്നത് I1നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ I2 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ I2 entering the second pipeline must wait for 2 cycle before entering the execution stage. കണ്ട ഫിഗറിൽ I2 ഇൻസ്ട്രക്ഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് കടക്കുന്നതിനേക്കാൾ മുന്നായിട്ട് 2 ക്ലോക്ക് സൈക്കിൾ എന്ത് ചെയ്യേണ്ടി വരുമായിരുന്നു, വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ I4നും ദിസ് ഡിലേ മേ ഓൾസോ പാസ് ടു ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ I4 entering the pipeline. ഓക്കെ, ഒരു ഡിപ്പെൻഡൻസ് വന്നപ്പോൾ, ഒരു ഫ്ലോ ഡിപ്പെൻഡൻസ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ഒരു വെയിറ്റ് ചെയ്യേണ്ട ഒരു കേസ് വന്നു, അതായത് അവിടെ ഒരു പൈപ്പ്ലൈൻ സ്റ്റാളിംഗ് വരികയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന പൈപ്പ്ലൈൻ സ്റ്റാളിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ചിങ്ങിന്റെ കേസാണ്. ഫിഗർ 6.29b ഷോ ദി ഇഫക്റ്റ് ഓഫ് ബ്രാഞ്ചിങ്. അപ്പോൾ ഇവിടെ കണ്ടോ ഡിലേ സ്ലോട്ട് കണ്ടല്ലോ,
അതായത് 4 ക്ലോക്ക് സൈക്കിളിലായിട്ട് ഡിലേ സ്ലോട്ട് വന്നിട്ടുണ്ട്. എ ഡിലേ സ്ലോട്ട് ഓഫ് 4 cycle result from a branch taken by instruction I2 at cycle 5. അപ്പോൾ എന്ത് സംഭവിക്കും? അതായത് I3, I4 ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് ആ രണ്ട് പൈപ്പ് ലൈൻസും ഫ്ലഷ് ചെയ്യണം. Therefore, both pipeline must be flushed before the target instruction I3 and I4 can enter the pipelines from cycle 6. ഓക്കെ, ഈ ഒരു കേസിലും പൈപ്പ്ലൈൻ സ്റ്റാളിംഗ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പൈപ്പ്ലൈൻ സ്റ്റാളിംഗ് എന്ന് പറയുമ്പോൾ റീസോഴ്സ് കോൺഫ്ലിക്റ്റ് കൊണ്ടും ഉണ്ടാവാമെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റീസോഴ്സ് കോൺഫ്ലിക്റ്റും അതുപോലെ തന്നെ ഡാറ്റ ഡിപ്പെൻഡൻസും രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ I1 അതുപോലെ തന്നെ I2 എന്ന് പറയുന്നത് രണ്ടും സെയിം ഫങ്ഷണൽ യൂണിറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലോ ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്. I4 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ I2 ഇൻസ്ട്രക്ഷനെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് I2 I4 ആ ഒരു ഫ്ലോ ഡിപ്പെൻഡൻസ് ഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. ഗ്രാഫ് അല്ല, ആ ഫ്ലോ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഫിഗർ എന്താ? നോ റീസോഴ്സ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? I1 I2 രണ്ട് ഇൻസ്ട്രക്ഷൻ. അതിൽ I2 എന്ന് പറയുമ്പോൾ I2 മസ്റ്റ് ബി ഷെഡ്യൂൾ 1 cycle ബിഹൈൻഡ് അല്ലേ? എന്തുകൊണ്ടാണ്? I1 I2 രണ്ട് ഇൻസ്ട്രക്ഷനും എക്സിക്യൂഷൻ സ്റ്റേജിലെ സെയിം ഫങ്ഷണൽ യൂണിറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ഓവർലാപ്പ് ഫാഷനിലാണ് അത് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് I2ൽ എന്ത് സംഭവിച്ചത്? ഒരു സൈക്കിൾ ഡിലേ സംഭവിച്ചത്. സെയിം തന്നെ I3യിലും എന്ത് സംഭവിച്ചു? അതായത് 1 cycle ഡിലേ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് സെയിം റീസോഴ്സ് തന്നെ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്. ഇനി I4ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ 2 cycle ഡിലേ ആണ് വന്നിട്ടുള്ളത്. കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു I4 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ I2 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ? ഒരു ഫ്ലോ ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു 2 cycle ഡിലേ വന്നിട്ടുള്ളത്. ഓക്കെ, ദി ഷെയ്ഡഡ് ബോക്സസ് ഇൻ ഓൾ ദി ടൈമിംഗ് ചാർട്ട് കറസ്പോണ്ടിങ് ടു ഐഡിയൽ സ്റ്റേജസ്. ഇങ്ങനെയാണ് റീസോഴ്സ് കോൺഫ്ലിക്റ്റും ഡാറ്റ ഡിപ്പെൻഡൻസ് പ്രോബ്ലം രണ്ടും വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? പൈപ്പ്ലൈൻ സ്റ്റാളിംഗ് വരുന്നത്. Superscalar pipeline scheduling, instruction issue and completion policies are critical to superscalar processor performance. അപ്പോൾ ഇവിടെ 3 ഷെഡ്യൂളിംഗ് പോളിസീസ് ആണ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് when instructions are issued in program order, we call it in order issue. ഇനി when program order is violated, out of order issue is being practiced. Similarly, if the instruction must be completed in program order, it is called in order completion. Otherwise, out of order completion may result. In order issue is easier to implement but may not yield the optimal performance. In order issue may result in either in order or out order completion. Okay, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് in order issue അതുപോലെ തന്നെ out of order issue. Okay, ഈ രണ്ട് സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഇൻ ഓർഡർ ഇഷ്യൂം ഔട്ട് ഓഫ് ഓർഡർ ഇഷ്യൂ. ഓക്കെ, നമ്മൾ പറഞ്ഞു അതായത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ഔട്ട് ഓഫ് ഓർഡറിലായിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതാണ് ഔട്ട് ഓഫ് ഓർഡർ ഇഷ്യൂ. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ഓർഡറിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഔട്ട് ഓഫ് ഓർഡർ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ ഈ ഒരു ഔട്ട് ഓഫ് ഓർഡർ ഇഷ്യൂ എൻഡ് അപ്പ് ചെയ്യുന്നത് വിത്ത് ഔട്ട് ഓഫ് ഓർഡർ കംപ്ലീഷനിലാണ്. എന്തിനാണ് ഈ ഒരു ഔട്ട് ഓഫ് ഓർഡർ ഇഷ്യൂ അതുപോലെ തന്നെ കംപ്ലീഷൻ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പർപ്പസ് എന്തിനാണ്? അതായത് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ ഓർഡറിൽ നിന്ന് ഔട്ട് ഓർഡർ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നത്? ഓക്കെ, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഫിഗർ ആണ് 6.30 നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 6.28bയിലെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതായത് ലോഡ് ചെയ്ത് വെക്കുന്നത് ലോഡ് R1, A എന്ന് പറഞ്ഞിട്ട് ആ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നല്ലോ. അത് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൺ ദി ഡ്യുവൽ പൈപ്പ്ലൈൻ ഹാർഡ്വെയർ. ഓക്കെ, ഒരു സിസ്റ്റം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് ടോട്ടൽ എക്സിക്യൂഷൻ ടൈം അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ റേറ്റ് ഓഫ് പൈപ്പ്ലൈൻ സ്റ്റേജസ് അല്ലേ? ദി പെർഫോമൻസ് ഈസ് ഓഫൺ ഇൻഡിക്കേറ്റഡ് ബൈ ദി ടോട്ടൽ എക്സിക്യൂഷൻ ടൈം ആൻഡ് ദി യൂട്ടിലൈസേഷൻ റേറ്റ് ഓഫ് പൈപ്പ്ലൈൻ സ്റ്റേജസ്. ഓക്കെ, എല്ലാ പ്രോഗ്രാംസും ഇതുപോലെ ഔട്ട് ഓഫ് ഓർഡറിൽ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കിനി എക്സാമ്പിൾ നോക്കാം. ഇൻ ഓർഡർ ഇഷ്യൂ. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട പ്രോഗ്രാം ഉണ്ടല്ലോ, ലോഡ് R1, A അതുപോലെ തന്നെ I1, I2, I6 വരെ
അതിൽ എന്തൊക്കെ സംഭവിച്ചിരുന്നു? അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഓപ്പറേഷൻ ഒക്കെ പെർഫോം ചെയ്തിട്ടുള്ള ആ ഒരു പാരലൽ എക്സിക്യൂഷൻ പ്രോഗ്രാം ഇല്ലേ? അപ്പൊ അതിന്റെ എക്സിക്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ഫിഗർ വരുന്നത് ഇൻ ഓർഡർ ഇഷ്യൂ വിത്ത് ഇൻ ഓർഡർ കംപ്ലീഷൻ ഇൻ 9 സൈക്കിൾ. അപ്പോൾ ഇവിടെ 6 ഇൻസ്ട്രക്ഷൻ ആണ് വരുന്നത് അല്ലെ? I1, I2, I3 അപ് ടു I6. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഇൻ ഓർഡർ അല്ലെ? ഇൻ ഓർഡർ ഇഷ്യൂ. അപ്പോൾ പ്രോഗ്രാം ഓർഡറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻസ്ട്രക്ഷനെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇനി 2 പൈപ്പ് ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ പൈപ്പ് ലൈൻ 1 ഏതൊക്കെ ഇൻസ്ട്രക്ഷനെയാണ് റിസീവ് ചെയ്യുന്നത്? I1, I3, I5. അതുപോലെ പൈപ്പ് ലൈൻ 2 എന്ന് പറയുന്നത് I2, I4, I6 ഇൻസ്ട്രക്ഷൻസിനെ റിസീവ് ചെയ്യുന്നുണ്ട് ഇൻ 3 കൺസിക്യൂട്ടീവ് സൈക്കിൾ. ഓക്കെ, ഇനി വരുന്ന ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ I2 I1 യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ പ്രോഗ്രാമിൽ ലോഡ് R1, A I1 I2 എന്ത് ചെയ്തിരുന്നു? അതായത് അഡീഷൻ ഓപ്പറേഷൻ ആയിരുന്നു അല്ലെ? അഡീഷൻ ആഡ് R2, R1 എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ? അതായത് R1 എവിടെ ഉണ്ടാവുക? I1 ഉണ്ടാവുക അല്ലെ? അപ്പൊ I1 ആ ഡാറ്റനെ എന്ത് ചെയ്യുന്നുണ്ട്? I2 യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലോ ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്. അപ്പോൾ I2 has to wait 1 cycle to use the data loaded in by I1 അല്ലെ? I1 എന്തുള്ളത്? R1 ഉള്ളത് അല്ലെ? R1 കിട്ടിക്കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? R2ഉം R1ഉം ആഡ് ചെയ്തിട്ട് റിസൾട്ട് R2 സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അതുകൊണ്ടാണ് ആ ഒരു 1 സൈക്കിൾ ഡിലേ കണ്ടോ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി I3യുടെ നോക്കാം. ഇൻസ്ട്രക്ഷൻ I3യിലും ഇതുപോലെ തന്നെ ഒരു ഡിലേ വന്നിട്ടുണ്ട്. അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I2 ഇൻസ്ട്രക്ഷൻ I2 യൂസ് ചെയ്യുന്ന സെയിം ആഡർ തന്നെയാണ് ഇൻസ്ട്രക്ഷൻ I3 യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു 1 സൈക്കിൾ ഡിലേ വന്നിട്ടുള്ളത്. ഓക്കെ ആയല്ലോ. ഇനി വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ I6ന്റെ കേസ് എടുക്കാം. ഇൻസ്ട്രക്ഷൻ I6ല് ഇൻസ്ട്രക്ഷൻ I5ന്റെ റിസൾട്ട് ആണ് I6 യൂസ് ചെയ്യുന്നത്. അതായത് ആ പ്രോഗ്രാമിലെ ലാസ്റ്റ് I5, I6 ആ പ്രോഗ്രാം പിന്നെ വീണ്ടും ഇതിലേക്ക് ഫിഗർ വെക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ആ ഫിഗർ ഒന്ന് ജസ്റ്റ് നോക്കുക, ആ ഒരു എക്സാമ്പിൾ നോക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നോക്കിയാലും മതി, സെയിം ഫിഗർ തന്നെയാണ് കേട്ടോ. അപ്പൊ അതില് I6 has to wait for the result of I5 before it can enter the multiplier stages. Okay, in order to maintain in order completion, I5 is forced to wait for 2 cycles to come out of pipeline 1. അപ്പോൾ ടോട്ടൽ ആയിട്ട് എത്ര സൈക്കിൾ വരുന്നുണ്ട്? 9 സൈക്കിൾസ് ആണ് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ? ഇൻ ടോട്ടൽ 9 സൈക്കിൾസ് ആർ നീഡഡ് ആൻഡ് 5 ഐഡിയൽ സൈക്കിൾസ് ആർ ഒബ്സർവ്. അതാണ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻ ഓർഡർ ഇഷ്യൂ ആൻഡ് ഔട്ട് ഓഫ് ഓർഡർ കംപ്ലീഷൻ ഇൻ 9 സൈക്കിൾ. നേരത്തെ എങ്ങനെയായിരുന്നു? ഇൻ ഓർഡർ ഇഷ്യൂ, അതായത് സെയിം ഓർഡറിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, സെയിം ഓർഡറിൽ തന്നെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ചെയ്യുന്നുണ്ട് അല്ലെ? ഇവിടെ എന്ന് പറഞ്ഞാൽ സെയിം ഓർഡറിൽ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ചെയ്യുന്നു, പക്ഷേ സെയിം ഓർഡറിലാവില്ല ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ ഫിഗർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരൊറ്റ ചേഞ്ച് മാത്രമേ സംഭവിക്കുന്നുള്ളൂ, വേറെ ഒന്നല്ല. ഇൻസ്ട്രക്ഷൻ I5ന്റെ കേസ് നോക്കാം. I5 I3 അതുപോലെ തന്നെ I4ന് മുന്നായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ദി ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഔട്ട് ഓഫ് ഓർഡർ ഷെഡ്യൂൾ ആൻഡ് ദി ഇൻ ഓർഡർ ഷെഡ്യൂൾ ഈസ് ദാറ്റ് I5 ഈസ് അലൗഡ് ടു കംപ്ലീറ്റ് എഹെഡ് ഓഫ് I3 ആൻഡ് I4. കാരണം എന്താ? I5 എന്ന് പറയുന്നത് I3, I4 ആയിട്ട് യാതൊരു ഡിപ്പെൻഡൻസും ഇല്ല. ഓക്കെ, I5 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ടോട്ടലി ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ I5 ഈ 2 ഇൻസ്ട്രക്ഷന് മുന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ ദി ടോട്ടൽ എക്സിക്യൂഷൻ ടൈം ഡസ് നോട്ട് ഇംപ്രൂവ്, ഹവർ ദി പൈപ്പ് ലൈൻ യൂട്ടിലൈസേഷൻ റേറ്റ് ഡസ്. ഇവിടെ 9 സൈക്കിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ എന്ത് സംഭവിച്ചു? ആ ഒരു പൈപ്പ് ലൈൻ യൂട്ടിലൈസേഷൻ റേറ്റ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൂട്ടാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഔട്ട് ഓഫ് ഓർഡറിൽ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഔട്ട് ഓഫ് ഓർഡർ ഇഷ്യൂ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? അതായത് ആ ഇൻസ്ട്രക്ഷൻസിനെ ഇഷ്യൂ ചെയ്യുന്നത് ഔട്ട് ഓഫ് ഓർഡറിലായിരിക്കും, കംപ്ലീറ്റ് ചെയ്യുന്നതും ഔട്ട് ഓഫ് ഓർഡറിലായിരിക്കും അല്ലെ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻസ്ട്രക്ഷൻ I5ന്റെ കേസ്, അതായത് ആ പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ I5 ശരിക്കും പറഞ്ഞാൽ ബാക്കി ഒരു ഇൻസ്ട്രക്ഷനും എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ലുക്ക് ഹെഡ് വിൻഡോ യൂസ് ചെയ്തിട്ട് ഈ ഇൻസ്ട്രക്ഷൻ I5നെ എന്ത് ചെയ്യാൻ പറ്റും? ഫെച്ച് ചെയ്യാം, ഡീകോഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇൻസ്ട്രക്ഷൻ I3, I4 എന്ന് പറയുന്നത് ഡീകോഡഡ് കൺകറന്റ്ലി. ഓക്കെ,
ഇവിടെ ഈ ഒരു 6 ഇൻസ്ട്രക്ഷൻസും എങ്ങനെയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? അതായത് 3 ക്ലോക്ക് സൈക്കിൾ യൂസ് ചെയ്തിട്ടാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ഇഷ്യൂയിങ് I6 ആൻഡ് I1 അറ്റ് സൈക്കിൾ 2, അതുപോലെ I2 അറ്റ് സൈക്കിൾ 3. നമ്മൾ പറഞ്ഞു ഇവിടെ എങ്ങനെയാണ് ഇഷ്യൂ എന്ന് പറയുന്നത്? ഔട്ട് ഓഫ് ഓർഡർ ഇഷ്യൂ ആണ് അല്ലെ? ഇഷ്യൂ ചെയ്യുന്നത് ഔട്ട് ഓഫ് ഓർഡറിലാണ്. അതുകൊണ്ട് തന്നെ ദി കംപ്ലീഷൻ ഈസ് ഓൾസോ എങ്ങനെയായിരിക്കും? ഔട്ട് ഓഫ് ഓർഡറിലായിരിക്കും അല്ലെ? അപ്പൊ അതിന്റെ ഫിഗർ ആണ് ഈ ഒരു 6.30 കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ഫിഗർ ആയിട്ടാവും അല്ലെ? ചെറിയ സൈസ് ആണ് ഇവിടെ. അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിൽ സെയിം ഫിഗർ തന്നെ കുറച്ചും കൂടെ സൈസ് കൂട്ടിയിട്ട് വെക്കാം. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചത്? ഈ ഒരു ഔട്ട് ഓഫ് ഓർഡർ ഷെഡ്യൂളിംഗ് നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ക്ലോക്ക് സൈക്കിൾ അല്ലെ, എക്സിക്യൂഷന് വേണ്ട ടോട്ടൽ സൈക്കിൾ എന്ന് പറയുന്നത് ആദ്യം 9 ആയിരുന്നു, ഇൻ ഓർഡർ ആയിരുന്നപ്പോൾ. ഇവിടെ ഔട്ട് ഓഫ് ഓർഡർ ഷെഡ്യൂളിംഗ് ആയപ്പോൾ 7 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, എക്സിക്യൂഷൻ, ദി ടോട്ടൽ എക്സിക്യൂഷൻ ടൈം ഹാസ് ബീൻ reduced to 7 cycle with no ideal stages during the execution of these 6 instruction അല്ലെ? നേരത്തെ ഇൻ ഓർഡറിൽ എങ്ങനെയായിരുന്നു? 9 cycles ആയിരുന്നു എക്സിക്യൂഷന്, അതിന്റെ ഇടയിൽ തന്നെ ഐഡിയൽ സ്റ്റേജുകളും വന്നിരുന്നു. പക്ഷെ ഇവിടെ ഔട്ട് ഓഫ് ഓർഡർ ഷെഡ്യൂളിംഗ് ആയപ്പോൾ ആ ഒരു പ്രശ്നം തന്നെ സംഭവിക്കുന്നില്ല. എക്സിക്യൂഷൻ ടൈമും കുറയ്ക്കാൻ പറ്റി. 7 സൈക്കിളിൽ തന്നെ എല്ലാം കഴിഞ്ഞു. ഓക്കെ, നേരത്തെ കണ്ട സെയിം ഫിഗർ തന്നെയാണ്, കുറച്ച് സൈസ് കൂട്ടി കൊടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ടെക്സ്റ്റിൽ സെയിം ഫിഗർ തന്നെയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ വേണമെന്ന് വെച്ചാൽ ആ ഒരു എക്സാമ്പിൾ ഇല്ലേ പ്രോഗ്രാമിന്റെ, അതൊന്ന് എഴുതി വെക്കാം. അതൊന്ന് എഴുതി വെച്ചിട്ട് വേണം അത് നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ സ്ലൈഡിലും ഈ പ്രോഗ്രാം ഇങ്ങനെ എഴുതി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ആക്കാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു പ്രോഗ്രാം ഒന്നൊരു പേപ്പറിൽ എഴുതി വെക്കാം, എന്നിട്ട് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ഓർഡർ ഔട്ട് ഓർഡർ ഇഷ്യൂ ആൻഡ് കംപ്ലീഷന്റെ ഒരു കൺക്ലൂഷൻ പോലെയാണ്. അപ്പോൾ ഈ ഒരു ഇൻ ഓർഡർ ഇഷ്യൂ ആൻഡ് കംപ്ലീഷൻ എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് വൺ ടു ഇംപ്ലിമെന്റ്. അതുപോലെ തന്നെ ഇപ്പോൾ റെയർലി ആണ് ഇത് യൂസ് ചെയ്യുന്നത് ഈവൻ ഇൻ എൻ കൺവെൻഷണൽ സ്കെലർ പ്രോസസർ ഡ്യൂ ടു സം unnecessary delays in maintaining program order. Okay, ഇനി മൾട്ടി പ്രോസസർ എൻവയോൺമെന്റിലാണെങ്കിൽ ദിസ് പോളിസി ഈസ് സ്റ്റിൽ അട്രാക്റ്റീവ്. ഓക്കെ, ഇനി ഔട്ട് ഓഫ് ഓർഡർ കംപ്ലീഷൻ ആണെങ്കിലോ സ്കെലർ അതുപോലെ തന്നെ സൂപ്പർ സ്കെലർ പ്രോസസേഴ്സിൽ കാണാം അല്ലേ? Some long latency operations such as loads and floating point operation can be hidden in out of order completion to achieve a better performance. അതുപോലെ ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസ് നമ്മൾ ആ ഫിഗറിൽ കണ്ടല്ലോ, ഗ്രാഫിൽ. ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസ് അതുപോലെ തന്നെ ആന്റി ഡിപ്പെൻഡൻസ് ആർ ടു റിലേഷൻ പ്രിവെന്റിങ് ഔട്ട് ഓഫ് ഓർഡർ കംപ്ലീഷൻ. അപ്പോൾ ഈ ഒരു ഔട്ട് ഓഫ് ഓർഡർ ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ പ്രോസസറിന് കുറച്ചും കൂടെ ഫ്രീഡം കൊടുക്കുന്നുണ്ട് അല്ലെ? അതായത് പാരലിസം എക്സ്പ്ലോയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ സ്റ്റേജസ് എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട് അല്ലെ? The above example clearly demonstrate the advantage of instruction look-ahead and out-of-order issue and completion as far as pipeline optimization is concerned. It should be noted that multiple pipeline schedule is an NP-complete problem. Okay, അതുപോലെ optimal scheduling is very expensive to obtain. Simple data dependence checking, a small look-ahead window, and scoreboarding mechanism are needed along with an optimizing compiler to exploit instruction parallelism in a superscalar processor. ഈ സൂപ്പർ സ്കെലർ പ്രോസസറിൽ ഒരു ഹാർഡ്വെയർ യൂട്ടിലൈസേഷൻ്റെ ഒരു കേസ് വരുന്നുണ്ട്. അതിലാണ് ഈ സ്കോർ ബോർഡിങ്ങിന്റെ കേസ് ഒക്കെ പറയുന്നത്. അതുപോലെ തോമസ് ലോ അൽഗരിതം, ഓക്കെ, അതൊക്കെ ഈ സൂപ്പർ സ്കെലർ പ്രോസസറിൽ ഇത് വരുന്നതാണ്. സൂപ്പർ സ്കെലർ പൈപ്പ് ലൈൻ ആർക്കിടെക്ചറിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ റിക്വസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യാം. ഓക്കെ, സ്കോർ ബോർഡിങ് അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ തോമസ് ലോ അൽഗരിതം അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയുള്ളത് തന്നെയാണ്. കുറേ പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു അൽഗരിതം നമുക്ക് ചെയ്യാം. സ്കോർ ബോർഡിങ്ങിന്റെ കേസ് ടൈം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ശരിക്കും ഒരു ഇൻ ഓർഡർ ഇഷ്യൂ ആൻഡ് കംപ്ലീഷൻ, അതുപോലെ തന്നെ ഔട്ട് ഓഫ് ഓർഡർ ഇഷ്യൂ ആൻഡ് കംപ്ലീഷനിൽ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക് ആണ് ഇത്. എക്സാമിന് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചില കാര്യങ്ങൾ എനിക്കറിയാം, ഞാൻ റിപ്പീറ്റ് ആയിട്ട് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു എക്സാമ്പിളിൻ്റെ കേസ് ഞാൻ പറഞ്ഞ പോലെ എഴുതി വെക്കുക, എന്നിട്ട് ഈ ഒരു ഫുൾ സ്ലൈഡ് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വീണ്ടും തിരിച്ച് ആ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോകണ്ടേ, അതുകൊണ്ടാണ് എഴുതി വെക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ആ സ്കോർ ബോർഡിങ്ങിൻ്റെ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യാം. നമുക്ക് തോമസ് ലോ അൽഗരിതം അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ്, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നന്നായിട്ട് എക്സാമിന് പഠിക്കാം.
ആർക്കിടെക്ചർ ഒക്കെ എനിക്കറിയാം, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഈ ആർക്കിടെക്ചർ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ എന്നാലും ഇത് പഠിച്ചു വെക്കുക. നമ്മുടെ സബ്ജക്റ്റ് തന്നെ അതാണല്ലോ, കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ ആണ്. അപ്പൊ ആർക്കിടെക്ചർ പഠിക്കാണ്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കാം, മനസ്സിലാക്കി പഠിക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.